ഹായ് എവരി വൺ, ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷന് പോവുകയാണ്. സ്റ്റേക്കേഷൻ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അലൈൻ റാഡിസൺ ബ്ലൂവിലാണ്. നമുക്കിവിടുന്ന് ഒരു 2 hours ജേർണി ഉണ്ട്. 3 o'clock ആണ് നമ്മുടെ ചെക്ക് ഇൻ ടൈം. എനിവേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായി. 2:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. പിള്ളേരെയൊക്കെ ഒന്ന് ഒരുക്കി കൊണ്ടുവരാൻ വന്നപ്പോഴത്തേക്കും നമുക്ക് ലേറ്റായി. എനിവേ നമ്മളൊരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ചൂടുള്ള സമയമാണ്. പിന്നെ പിള്ളേർക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു സ്റ്റേക്കേഷൻ ഇടയ്ക്ക് ബുക്ക് ചെയ്തതാണ്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും അവിടെ എത്തി. നല്ലൊരു കാം പ്ലേസാണ് ഇവിടെ. നമുക്ക് ഔട്ട് സൈഡ് ആണെങ്കിലും സ്വിമ്മിങ് ആക്ടിവിറ്റീസ്, ജിമ്മ്, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടെ കയറി ചെന്ന് കുറേ സ്പേസ് ഉണ്ട് നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനുമായിട്ട്. നമ്മളവിടെ ഇരുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ പർപ്പസ് എല്ലാം അവിടെ ചെയ്തു. രജിസ്ട്രേഷനൊന്നും അധികം സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് ഞങ്ങളെ അവർ റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ റൂം നമ്പർ 327 ആയിരുന്നു. 3rd ഫ്ലോറിലാണ് നമ്മുടെ റൂം തന്നിരിക്കുന്നത്. നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ള രീതിയിലുള്ള റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. റൂം കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കാണെങ്കിലും വളരെ ഹാപ്പിയായിരുന്നു. അവർ ചെന്നതേ അവിടെ എല്ലാം ഓടി നടന്നു കണ്ടു. റൂമിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. 2 TV ബെഡ്റൂമിലും ഉണ്ട്, ഔട്ട് സൈഡിലും ഉണ്ട്. പിന്നെ അവിടെ ഡൈനിങ് ടേബിൾസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. നമുക്കൊരു ഫാമിലിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. റൂമിലൊക്കെ ആണെങ്കിലും നല്ല സ്പേസും ഉണ്ട്. നല്ല ലൈറ്റിംഗ് ആണ് അവിടുത്തെ. നമുക്ക് ഔട്ട് സൈഡ് മജ്ലിസ് പോലെ അവിടെ ഉണ്ട്. അതെല്ലാം നല്ലൊരു രീതിയിലാണ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഔട്ട് സൈഡിൽ അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഈ സമയത്തൊന്നും നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുറത്തൊക്കെ ഇരുന്ന് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള നല്ലൊരു സ്പേസൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിവേ ഞങ്ങൾ ഹാപ്പിയായിരുന്നു. റൂമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല രീതിയിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ പിന്നെ സ്വിമ്മിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴത്തേക്കും ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡിലോട്ട് ഇറങ്ങി. ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുണ്ട്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ അഡൽട്ടിന് വേണ്ടി മാത്രമുള്ള ഒന്ന്, പിന്നെ ഒരു ഫാമിലി സ്വിമ്മിംഗ് പൂള്. അവിടെ ആണ് കൂടുതൽ ആൾക്കാരും സ്റ്റേ ചെയ്യുന്നത്. പിള്ളേരും എല്ലാം ഫാമിലിയൊക്കെ ആയിട്ട് അവരവിടെയാണ് ഇറങ്ങുന്നത്. അതിനെ ആരും ഞങ്ങളും എല്ലാവരും കൂടെ കുറച്ച് നേരം സ്വിമ്മിങ്ങിനൊക്കെ പോയി. പിന്നെ പിള്ളേർ 2 പേരും കൂടെ അവിടെ കുറേ നേരം കളിച്ചു. അവർ വളരെ ഹാപ്പി ആയിരുന്നു. അവിടെ കുറേ പിള്ളേരുണ്ട്, വളരെ ഡിഫറെൻറ്റ് നാഷണാലിറ്റി ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ആണ് അവിടെ. നമുക്ക് അവരൊരു ക്ലെൻലിനെസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അവർ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്ലേസാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഫാമിലിയായിട്ട് സ്റ്റേക്കേഷന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. താങ്ക് യു. 2 ദിവസമാണ് നമ്മുടെ സ്റ്റേക്കേഷൻ.